തെയ്യങ്ങൾ മനുഷ്യരിലേക്ക് ഇറങ്ങി വന്ന ദൈവങ്ങൾ. കാസർഗോഡ് ജില്ലയിലെ തെയ്യങ്ങൾക്കുമുണ്ട് പ്രത്യേകത. അവർക്ക് മുസ്ലിങ്ങൾ അന്യരല്ല, മുസ്ലിം പള്ളികൾ അന്യമല്ല. പള്ളിയറയിൽ എന്നതുപോലെ തന്നെ പള്ളികളിലും കാര്യങ്ങൾ മുടക്കമില്ലാതെ നടക്കണമെന്ന് നിർബന്ധമുള്ളവരാണ് തെയ്യങ്ങൾ. അത് ഉറപ്പുവരുത്താനായി പള്ളികൾ സന്ദർശിക്കുന്ന തെയ്യങ്ങളുണ്ട്. കാസർഗോഡത്തെ എല്ലാ ക്ഷേത്രങ്ങളും പള്ളികളും ഒക്കെ പരസ്പരം ബന്ധപ്പെട്ടിട്ടാണ്. ആചാരങ്ങൾ പരസ്പരം പല പള്ളികളിലും ഹിന്ദുക്കൾ ചെന്നിട്ട് ചടങ്ങുകൾ ചെയ്യുന്നുണ്ട്. പല ഈ കളിയാട്ടങ്ങളിലും മുസ്ലിം തറവാടുകളിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ആചാരങ്ങൾ ചെയ്തിട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ ഈ ഒരു ബന്ധം അവിടെ നിലനിൽക്കുന്നുണ്ട്. പിന്നെ മുസ്ലിം കഥാപാത്രങ്ങളായിട്ടുള്ള തെയ്യങ്ങൾ കെട്ടിയാടിക്കപ്പെടുന്നു. ആലിത്തെയ്യം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള തെയ്യങ്ങളുണ്ട്, മാപ്പിളത്തെയ്യം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള തെയ്യങ്ങൾ കെട്ടിയാടിക്കുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു മുസ്ലിം പള്ളിയിൽ നിന്നായിരുന്നു മുമ്പ് ഹിന്ദുക്കൾ ആചാരം എടുത്തിട്ട് ആലാമികളായിട്ട് ഒരു ആലാമിക്കളി ഉണ്ടായിരുന്നു. അതിപ്പോൾ ഇല്ല. അത് അപ്പോൾ ഈ ഒരു മത സൗഹാർദ്ദത്തിൻ്റേതായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഇവിടെയുള്ളത്. പലപ്പോഴും ഇവിടെയുള്ള പള്ളികളിൽ ഉത്സവം നടക്കുന്ന സമയത്ത്, ഉറൂസ് നടക്കുന്ന സമയത്ത്, അമ്പലങ്ങളിൽ ഉത്സവം നടക്കുന്ന സമയത്ത്, പള്ളിയറകളിൽ തെയ്യം നടക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കൊള്ളക്കൊടുക്കലുകളുണ്ട്. ഇപ്പോൾ മഞ്ചേശ്വര ഭാഗത്ത് ഉള്ള മാട ക്ഷേത്രത്തിൽ അവിടെ ഉത്സവം നടക്കുന്ന സമയത്ത് അവിടെയുള്ള ജുമാഅത്ത് പള്ളിയിലെ പ്രമുഖരായ ആളുകൾ അവിടെ വരികയും തെയ്യത്തിന് മുമ്പിൽ വിശിഷ്ടമായ പദവിയിലിരിക്കുകയും ഈ തെയ്യവുമായിട്ട് ചില കാര്യങ്ങൾ സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന സംഗതികളുണ്ട്. തെയ്യം പള്ളിയിലേക്ക് പോകും. അനേക സമസ്യങ്ങൾ ശത്രുവിനെ അടക്കാൻ തക്കവണ്ണം നമ്മൾ ഒറ്റക്കെട്ടായി തന്നെയാണ് ഇതിരുന്നത്. നന്മ തിന്മയുടെ അതിരുകൾ ചിന്നിച്ചിതർന്ന യുഗം, നാശത്തിന്റെ നാടും ഭൂമിയെ ജ്യോതിർഗോളങ്ങളിൽ ലക്ഷ്യമിടുന്ന യുഗം. തന്റെ കുട്ടികൾക്ക് വാക്ക് വിളിച്ചു പ്രകാരം തന്നെ മക്കൾ കൈയെടുക്കുന്ന വിഗ്രഹത്തിൽ ഒരേ പ്രകാരത്തിൽ വെട്ടിവിട്ട് നാളെ തൊട്ടവരെ വളർന്നെങ്കിൽ സ്വന്തമായി കളിപ്പാൻ തക്കോണം എന്റെ പള്ളിയേറി വർഷത്തായി നിന്ന് അനേക പാതകൾ രോഗനെ പോകുന്ന പരിപാടി സ്ഥലമാണ്.